ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിലേ താലിമാലയ്ക്ക് വിലയുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം. എത്ര അയച്ചത്? 10,000. അയ്യോ, തങ്കക്കട്ടി. വാ വാ, അത്താഴം കഴിക്ക് വാ. നിന്റെ മുഖം എന്താ കാക്ക കുത്തിയ കിളിച്ചുണ്ട മാമ്പഴ പോലെ ഇരിക്കുന്നത്? ചേട്ടാ, തമാശ കൊണ്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. മുമ്പെന്റെ തമാശയൊക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ. അത് ഇഷ്ടമായിട്ടൊന്നും അല്ല, നിങ്ങളുടെ വിളറിയ മുഖം കാണണ്ടല്ലോ എന്ന് കരുതി വെറുതെ ചിരിച്ചു നിന്നതാ. അത് ശരി. അപ്പൊ ഇത്രയും നാളെ നീ വഞ്ചിക്കായിരുന്നല്ലേ? ജേട്ടൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ കാല് മാറിയേ? മനസ്സിലായില്ല. നിങ്ങളുടെ തള്ള ചാടിക്കേറിയതുപോലെ നിങ്ങൾ അവളുടെ വള്ളത്തിലേക്ക് ചാടിക്കേറിയത് എന്തിനാന്ന്? അത് പാവം നിന്റെ ആങ്ങളുടെ കൊതുമ്പ ഉള്ളല്ലേടി, അത് മുക്കണോ? നമ്മൾ ഇത്രയും നാളും ആ രമ്യയുടെ കൂടെ അല്ലായിരുന്നോ, അമ്മ ഉൾപ്പെടെ? ഓ, അവളെ കഥയൊക്കെ ജഗബൊകയായി പോയില്ലേ. അവളിനി ഈ വഴിക്കൊന്നും വരില്ല. നമ്മളും വഴിമാറി നടക്കുന്നതാ നല്ലത്. അതാണോ നിങ്ങളുടെ അമ്മയുടെ ഒപ്പം നിങ്ങളും അവരുടെ? അയ്യോ, വിശുദ്ധ ഭാര്യാഭർത്താക്കന്മാര് ആരെയെങ്കിലും തട്ടാനുള്ള ഗൂഢാലോചനയാണെങ്കിൽ ഞാൻ അങ്ങ് മാറിയേക്കാം. അയ്യോ അച്ഛനെ തട്ടിക്കളയണമെന്ന് ഇവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എടാ, അവളെ ഞാൻ വളർത്തിയതാ, നല്ല സ്വഭാവ ഗുണത്തിലാ വളർത്തിയത്. നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവളൊരു ദുർഗുണമൂർത്തിയായിട്ട് മാറി. എടേ, ഇവിടെ ആരുമില്ലേടേ എനിക്കിതിരെ ആഹാരം വിളമ്പി തരാൻ? അമ്മേ, അമ്മേ, എന്താടി? അച്ഛന് ആഹാരം വിളമ്പി കൊടുക്കാൻ. ഇങ്ങേർക്ക് ഇപ്പൊ മരുമകളുണ്ടല്ലോ, അവള് വിളമ്പി കൊടുത്തോളും. എടേ, നിന്നെ ചാക്ക് ചരളിൽ കെട്ടിയല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല ഒന്നാം തരം സ്വർണ്ണ താലിമാല കെട്ടിയ നിന്നെ കൊണ്ടുവന്നു. ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിലേ താലിമാലയ്ക്ക് വിലയുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം. വാ മോളെ വാ. ഇരിക്കും മോളെ, ഇരിക്ക്. രാജമോനും ഇരിക്ക്. രാധമ്മേ, മോനും മരുമൊക്കെ ആഹാരം വിളമ്പി കൊടുക്ക്. അവരവര് തനിയങ്ങ് വിളമ്പി കഴിച്ചാ മതി. എനിക്കിപ്പോ തൽക്കാലം അതിന് നേരമില്ല. എടീ, ഡിവോഴ്സ് എന്നൊക്കെ ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിന്നെ ചൊടിപ്പിക്കാൻ. എടീ, നീ ആഹാരം വിളമ്പിതാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? രാധമ്മ ഒന്ന് തണുക്കണമെങ്കിൽ ഇനി 2-3 ദിവസം പിടിക്കും. അതുവരെ ഞാൻ വിളമ്പി തരാം. കഴിക്കുമോളെ, കഴിക്കേ. ഇതാച്ചാ നീ കഴിക്കുന്നില്ലടി? എന്റെ ഡോഗിന് വേണം ഭക്ഷണം. ഓ, നിന്റെ ഡോഗ് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഒരു യൂണിയനാ, എന്ത് ചെയ്യാനാ? നിങ്ങളിരിക്കണില്ലേ, നിങ്ങൾക്കാണല്ലോ വിശപ്പ് കൂടുതല്. എനിക്ക് വിശപ്പൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ കുട്ടികളെ ഊട്ടിച്ചിട്ടേ ഞാൻ ഉണ്ണു. എന്തൊരു ത്യാഗം, എന്തൊരു ത്യാഗം. അമ്മേ, വന്നിരുന്ന ആഹാരം കഴിക്കമ്മേ. എനിക്ക് ആരുടെ ആഹാരം ഒന്നും വേണ്ട.
അമ്മ ആ. ഹ, ഇവര് മസാല ദോശയും വടയാണെന്ന് തോന്നണു. എപ്പോഴും ഒരുമിച്ച് കാണുന്ന സാധനങ്ങളാണല്ലോ അത്. കഴിക്ക. എടാ മക്കളെ, നിങ്ങൾ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇതൊരു ചെറിയ നിരാഹാര സമര. എല്ലാ നിരാഹാര സമരങ്ങളും തീരുന്നത് നന്നായിട്ട് വിശക്കുമ്പോഴാ. സാരമില്ല, താനെ തീർന്നോളും. ദാ പിടിക്ക്. പേടിക്കണ്ട, പക്ഷെ നാണിക്കണം. അകത്തിയെന്ന് അവന്റെ മുമ്പിൽ കാണിച്ചാ മതി. ഇവരെന്നാ മുടിഞ്ഞ തരികടയാ. തട്ടിപ്പിന്റെ ഒരു വിജ്ഞാന മോശം തന്നെ. എന്റെ അച്ഛൻ അവരെങ്ങനെ സഹിച്ചു വന്നു. അവന്റെ അടുത്ത് ചെന്നിട്ട് പാല് ദേ ഇങ്ങനെ നീട്ടി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കാലുകൊണ്ട് ദേ ഇങ്ങനെ കോലം വരയ്ക്കണം. അവൻ തോളത്ത് കൈവയ്ക്കുമ്പം എന്നിങ്ങനെ കുളിര് കോരണം. ഇന്ന് മൊത്തം നാണമായിരിക്കണം. നാളെ മുതല് അവനെ വരച്ച വരയിൽ നിർത്തിയാ മതി. ചെല്ല് ചെല്ല്. എടാ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലേ കാശ് വേറെ തരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കും അമ്മേ. അവള് വളയോ? വളയുമെടാ, വളയും. അവളൊരു വയലാണ്, പണം വിളഞ്ഞു കിടക്കുന്ന വയല്. നമ്മൾ ഇറങ്ങി അങ്ങ് കൊയ്താ മാത്രം മതി. ഇതൊന്നും ആ പ്രിയക്ക് മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. എടാ, അതൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആദ്യം ഞാനൊന്ന് കൊയ്ത് കഴിയട്ടെ. കൂട്ടത്തില് ഞങ്ങളിവിടെ കൊയ്തോട്ടെ. വരട്ടെ മോനെ. ഇപ്പം നീ എന്നോട് ഒട്ടി നിന്നാ മതി. എടാ, രമ്യ വെറും തറ. എവള് കോടാനുകോടികളുടെ ആസ്തിയുള്ള തമ്പുരാട്ടിയാ. രമ്യ കൊണ്ടുവരുന്ന പുളിച്ച കപ്പപ്പുഴുക്കിലും വളിച്ച മീൻകറിയിലും വീണ് കിടക്കുക നിന്റെ ഭാര്യ. എടാ, ഇവളൊരു അത്ഭുതോ. നമുക്ക് വീണ് കിട്ടിയ ഭാഗ്യം. നോക്ക്, എത്ര രൂപ വേണമെങ്കിലും അവള് തരും. അവള് ഈ വീടിന്റെ ഐശ്വര്യമാ.